ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. എക്സാമിന്റെ സീസൺ ആണ് വരാൻ പോകുന്നത്. 2025 എന്ന് പറയുന്ന സിവിൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ച് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. ഈ എക്സാംസ് എല്ലാം ഇപ്പൊ വന്നിട്ട് ഒരൊറ്റ സിംഗിൾ എക്സാം ആയിട്ട് ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ, PWD, ഇറിഗേഷൻ, LSCD ഒക്കെ നടക്കാൻ ചാൻസ് ഉണ്ട്. സെക്കൻഡ് ഗ്രേഡും എല്ലാം അങ്ങനെ തന്നെയായിരിക്കും നടക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമുക്കറിയാം AE ഓവർസിയർ ഗ്രേഡ് 1 എക്സാംസ് എന്ന് പറയുന്ന ക്ലബ് ചെയ്ത് ഒരുമിച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. അപ്പൊ നമുക്ക് കഴിഞ്ഞ 2023 ഇതുപോലെ തന്നെ ഗ്രേഡ് 1 ഓവർസിയർ ഗ്രേഡ് 1, അതുപോലെ തന്നെ സബ് എഞ്ചിനീയർ, പിന്നെ നമുക്ക് AE എക്സാംസും ഉണ്ടായിരുന്നു, PWD, ഇറിഗേഷൻ. അപ്പൊ നമ്മൾ ചോദ്യപേപ്പർ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു അനാലിസിസ് നടത്തുവാണെങ്കിൽ ക്വസ്റ്റ്യൻ പാറ്റേണിന് കംപ്ലീറ്റ്ലി ഒരു ചേഞ്ച് വന്നതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എക്സാം പ്രിപ്പറേഷനുള്ള ഈച്ച് ആൻഡ് എവറി വൺ ഇമ്പോർട്ടൻ്റ് ആയിട്ടും കണ്ടിരിക്കേണ്ടതും അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് നമ്മുടെ ഈ ഓവർസിയർ ഗ്രേഡ് 1 AE എക്സാംസിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം നമുക്ക് 4 ടൈപ്പിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. 4 ടൈപ്പിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. AEയും ഓവർസിയർ ഗ്രേഡ് 1 മിക്സ് ചെയ്താണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞു തരാം 2 എക്സാംസിനും ഏതൊക്കെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കണം എന്നുള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തെയാണ് ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഈ ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വലിയ ലോജിക് ഒന്നും നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഫാക്റ്റുകൾ ഫാക്റ്റായിട്ട് തന്നെ ചോദ്യപേപ്പറിൽ കാണുന്ന ചോദ്യങ്ങളാണ് ഫാക്ട് ബേസ്ഡ് ചോദ്യങ്ങൾ. ഈ ഫാക്ട് ബേസ്ഡ് ചോദ്യങ്ങൾ ചിലപ്പം ന്യൂമറിക്കൽസ് ആയി കൺവേർട്ട് ചെയ്തും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. ഇത് നമ്മൾ കൂടുതലും കണ്ടുവരുന്നത് AE എക്സാംസിനാണ്. ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് സിമ്പിൾ തിയറി ബേസ്ഡ്. അതായത് നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ക്യൂബിക് മീറ്റർ വർക്കിന് വേണ്ട നമ്പർ ഓഫ് ബ്രിക്കുകളുടെ എണ്ണം, അങ്ങനെ തുടങ്ങിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള തിയറി സംബന്ധമായ അല്ലെങ്കിൽ തിയറി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇത് കൂടുതലും നമ്മൾ കണ്ടുവരുന്നത് AE എക്സാംസിന്റെ ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ടോപ്പിക്കിലും മാത്രമാണ് AEയിൽ കൂടുതലും കണ്ടുവരുന്നത്. പിന്നെ എസ്റ്റിമേഷനും കാണാറുണ്ട്, ചിലപ്പം സർവേയിങ്ങിലും കാണാറുണ്ട്. പക്ഷേ ഓവർസിയർ ഗ്രേഡ് 1 കൂടുതൽ നമ്മൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ കാണാറുണ്ട്. ഒരുപാടും അങ്ങനത്തെ അല്ല നമ്മൾ 2023 ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നടത്തുമ്പോൾ കാണുന്നത്. എങ്കിലും നമുക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഓവർസിയർ ഗ്രേഡ് 1 AE കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിരിക്കും. ഇനി അടുത്തതാണ് സ്റ്റേറ്റ്മെന്റ് മാച്ച് ദ ഫോളോയിങ്. ഈ ടൈപ്പ് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്. അല്ലെങ്കിൽ നമുക്കൊരു വസ്തുത തരും, എന്നിട്ട് അതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്, ഇപ്പം പറഞ്ഞ പോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്, അല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എലമെന്റ് തന്നിട്ട് അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഏതാണ് എന്നുള്ള, ലൈക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ സിമെന്റിന്റെ നമുക്ക് ബോക്സ് കോമ്പൗണ്ട്സ് എടുത്തിട്ട് അതിന്റെ ഒരു എലമെന്റ് തരാം, C3A തരാം. ആ C3Aയെ സംബന്ധിച്ച് ഏതൊക്കെ പോയിന്റുകൾ താഴെ പറയുന്നതിൽ കറക്റ്റ് ആണ്, എന്നിട്ട് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ട് 1 2 3 2 3 4. അപ്പൊ നമ്മൾ ഓരോ സ്റ്റേറ്റ്മെന്റും വായിച്ചെടുക്കാൻ കുറച്ച് ടൈം വരും. പിന്നെ മാച്ച് ദ ഫോളോയിങ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ ടോപ്പിക് കംപ്ലീറ്റ്ലി ചോദ്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്ന ആൾക്ക് ഇടാൻ പറ്റിയ ഒരു ചോദ്യമാണ് മാച്ച് ദ ഫോളോയിങ് എന്ന് പറയും. ഡീറ്റെയിൽസ് ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അടുത്തത് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ഒബ്വിയസ്ലി നമുക്ക് കണ്ടുവരുന്നത് കൂടുതലും AE ചോദ്യപേപ്പറിലാണ്. അപ്പം നമുക്കിനി ഓരോ ടൈപ്പ് ക്വസ്റ്റ്യനും ഒന്ന് അനലൈസ് ചെയ്യാം. അത് നമുക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാം, ആ ക്വസ്റ്റ്യൻസിന്റെ സോഴ്സ് ഒന്ന് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ ഈസിലി അറ്റൻഡ് ചെയ്യാമെന്ന് നോക്കാം. അതിൽ ആദ്യത്തെയാണ് ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഞാൻ നേരത്തെ പറഞ്ഞു, ചില ഫാക്റ്റുകളെ ബേസ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കൂടുതലും കണ്ടുവരുന്നത് AEയുടെ പേപ്പറിലാണ്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കോഡൽ പ്രൊവിഷൻസ്, RCC, സ്റ്റീല് തുടങ്ങിയ സബ്ജക്ട്സിന്റെ കോഡൽ പ്രൊവിഷൻസ് ആസ് സച്ച് ഫാക്റ്റുകൾ ബേസ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈ ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയും. അപ്പൊ ഇത് നമ്മൾ കൂടുതലും കണ്ടുവരുന്നത് മെജോറിറ്റി, അതായത് ഒരു 17 മാർക്കോളം നമുക്ക് നമ്മുടെ AEയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഈ ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത് ന്യൂമറിക്കൽസും ചോദിക്കാറുണ്ട്. അതിനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പൊ ബീമിന്റെ മാക്സിമം റീഇൻഫോഴ്സ്മെന്റ് എത്രയാണെന്ന് നമുക്കറിയാം, ബീമിന് കൊടുക്കേണ്ട, അല്ലെങ്കിൽ കോളത്തിന്റെ മിനിമം റീഇൻഫോഴ്സ്മെന്റ്, മാക്സിമം റീഇൻഫോഴ്സ്മെന്റ്, അതുപോലെ തന്നെ സ്ലാബിന്റെ കേസിലാണ്. ഇതൊക്കെ നമുക്കറിയാം, ഫോർമുലാസ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഷിയറിന്റെ റീഇൻഫോഴ്സ്മെന്റ് ASB, സ്പേസിങ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, ഇതൊക്കെ നമുക്ക് കോഡിനകത്തുണ്ട്. കോഡൽ പ്രൊവിഷൻ നമുക്ക് ആസ് സച്ച് കണ്ടാൽ ഓപ്ഷനിൽ നിന്ന് പിക്ക് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ പാരാമീറ്റേഴ്സ് തന്നിട്ട്, ഇപ്പം നമുക്ക് ബീമിന്റെ ഡയമെൻഷൻ തന്നിട്ട് നമുക്ക് റീഇൻഫോഴ്സ്മെന്റിന്റെ മാക്സിമം പെർസെൻറ്റേജ് എത്രയാണ്, അപ്പോൾ 4% ഓഫ് BD എന്നുള്ളത് നമുക്ക് 4% ആണെന്നുള്ളത് കോഡൽ പ്രൊവിഷൻ അറിയാമെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലമാണ്. അപ്പോൾ ഫാക്ട് ബേസ്ഡ് ചോദ്യങ്ങൾ ഡയറക്ട്ലി അതുപോലെയും ചോദിക്കാം, അതിനെ പ്രോബ്ലം ആയിട്ട് കൺവേർട്ട് ചെയ്ത് ആ രീതിക്കും ചോദിക്കാം. അപ്പം ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യനകത്ത് തന്നെ ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പം നിങ്ങൾ പഠിക്കേണ്ടുള്ളത് നമ്മുടെ RCC അതുപോലെ തന്നെ സ്റ്റീലിന്റെ കോഡാണ്. കോഡിനെ ബേസ് ചെയ്തിട്ടുള്ള ഈച്ച് ആൻഡ് എവറി ഫാക്ട് വരുന്ന എല്ലാ ദിവസങ്ങളിലും നിങ്ങൾ മറന്നു പോകുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് എഴുതി വെച്ച് ആവർത്തിച്ച് പഠിച്ച്
നിങ്ങൾ 17 മാർക്കാണ്. ചെറിയ ഒരു മാർക്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാം എത്ര വേരിയേഷൻ നമ്മുടെ റാങ്കിൽ വരും. അപ്പോൾ 17 മാർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ നമ്പർ. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കേണ്ട ചോദ്യങ്ങളാണ് ഫാക്ട് ബേസ്ഡ് ചോദ്യങ്ങൾ. അത് നന്നായി അറിയാവുന്നവർക്ക് മാത്രമാണ് എന്തെഴുതാൻ പറ്റുക, അതിൻ്റെ പ്രോബ്ലംസ് എഴുതാൻ പറ്റുക. അപ്പം അത് കൂടുതലും RCCയിലാണ് ചോദിക്കുന്നത്, RCC സ്റ്റീലിന്. അപ്പോൾ ഇത് കൂടുതലും ചോദ്യങ്ങൾ എവിടെ നിന്നാണ് എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചോദ്യങ്ങൾ ക്രാക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യം, അതായത് ഇതുപോലുള്ള ചോദ്യങ്ങൾ നമുക്ക് പുതിയതല്ലാതെ എക്സാം ഹാളിൽ ഫേസ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2023 നടന്ന നമ്മുടെ PWD ഇറിഗേഷൻ AE എക്സാമിനകത്ത് നമുക്ക് ചോദിച്ചൊരു ചോദ്യമാണ് നമ്മുടെ കോളത്തിൻ്റെ ലാറ്ററൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ സ്പേസിങ്ങും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഡയമീറ്ററും ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ 2 ബാറിൻ്റെ ഡയമീറ്റേഴ്സ് സെപ്പറേറ്റ്ലി തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ലാറ്ററൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ സ്പേസിങ്ങും ഡയമീറ്ററുമാണ് ചോദിച്ചത്. അപ്പം ഈ ഒരു വ്യക്തി, ഈ ക്വസ്റ്റ്യൻ കാണുന്ന ഒരു വ്യക്തിക്ക് ആ കോഡൽ പ്രൊവിഷൻ ജസ്റ്റ് എന്തോ വായിച്ച് ഒരു വേഗ് ഐഡിയ ഉള്ളൂ, ഒരു കൺഫ്യൂഷൻ ഉണ്ട്, അങ്ങനെയുള്ളവർക്ക് ഓപ്ഷനിൽ നിന്ന് പിക്ക് ചെയ്യാന്നുള്ളൊരു ഇത് ഡയറക്റ്റ്ലി ചോദിച്ചിരുന്നെങ്കിൽ, പ്രോബ്ലം അല്ലാതെ ഡയറക്റ്റ്ലി ഇതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോഡൽ പ്രൊവിഷൻ്റെ ചെറിയ ഓർമ്മയിൽ എഴുതാൻ പറ്റും. പക്ഷേ കോഡൽ പ്രൊവിഷൻ തറവായിട്ട് പഠിച്ച ഒരു കുട്ടിക്ക് മാത്രമേ അത് വെച്ചൊരു പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അത് തറവായിട്ട് പഠിക്കാൻ വേണ്ടി 2 കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത്. ഒന്ന് ESE പ്രിലിംസിൻ്റെ ചോദ്യങ്ങൾ. ഒരു 1994 തൊട്ടിട്ട് ഒരു 2020-21 റേഞ്ചിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ്ലിയും അതുപോലെ തന്നെ അത് പ്രോബ്ലമായിട്ടും കൺവേർട്ട് ചെയ്ത് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ESE പ്രിലിംസിൽ നിന്ന് തന്നെ കിട്ടും. ഒരുപാട് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളൊന്നുമല്ല, നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. അപ്പോൾ അത് ചെയ്ത് പഠിക്കുക. പിന്നെ ഗേറ്റിൻ്റെ PYQs നമ്പർ പോലും വ്യത്യാസമില്ലാതെ PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ എടുത്തിടാറുണ്ട്. സോ ഗേറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ESE പ്രിലിംസ് ക്വസ്റ്റ്യൻസും നോക്കി ഒരു പരിധിവരെ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഈവൻ ഇഫ് നമ്പർ മാറ്റമൊക്കെ വ്യത്യാസം വരുത്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കും എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വർക്ക്ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ ഗേറ്റിൻ്റെയും ESEയുടെയും പ്രീവിയസ് പേപ്പേഴ്സ് നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ആൻസർ ചെയ്യാൻ പറ്റും. നോക്കിയിട്ട് പോയാൽ മാത്രം പോരാ, കോഡൽ പ്രൊവിഷൻസ് പഠിക്കുക, നന്നായി പഠിച്ചാൽ മാത്രമേ അത് വെച്ചിട്ടുള്ള പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കമ്പാരറ്റ്ലി കുറവാണ് ഓവർസീ ഗ്രേഡ് 1 പരീക്ഷയ്ക്ക് നോക്കുമ്പോഴത്തേക്ക്. ഓക്കെ, അടുത്തതാണ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇപ്പം നമുക്കൊരു വസ്തുത തരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബൗക്സ് കോമ്പൗണ്ട് തന്ന് അതിനെ പറ്റി കുറച്ച് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷനും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ കാണുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, ബട്ട് അതിനെക്കുറിച്ച് തറവായിട്ട് നമുക്ക് ഐഡിയ ഇല്ലെങ്കിൽ ഈ ചോദ്യങ്ങൾ നമുക്ക് സ്കിപ്പ് ചെയ്യാനേ ഒരു ഓപ്ഷൻ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിപ്പോയാൽ നെഗറ്റീവാണ്. അപ്പം ഒന്നാമത്തെ കാര്യം, ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ശരിക്കും ക്വസ്റ്റ്യനർ ഇടുന്നത് നമ്മുടെ സമയം കളയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു ഉദ്യോഗാർത്ഥി ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് വായിച്ചെടുക്കാൻ കുറച്ച് ടൈം എടുക്കും, വായിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കയറി അത് മനസ്സിലാക്കി നമ്മൾ പഠിച്ചതായിട്ട് ക്ലബ് ചെയ്യാൻ വീണ്ടും സമയം എടുക്കും. അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ, നമ്മൾ എക്സാം ഹാളിൽ ഇത് കാണുന്നതിനേക്കാൾ ഉപരി നമ്മളിവിടെ പഠിക്കുന്ന സമയത്ത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ കോൺസെപ്റ്റുകൾ നമുക്ക് ആ സ്റ്റേജിൽ വെച്ച് തന്നെ ക്ലിയർ ആവും. നമ്മളൊരു ടോപ്പിക് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഇൻ ഡെപ്ത് കോൺസെപ്റ്റ് മനസ്സിലാക്കിയ ഒരു കുട്ടിക്ക് മാത്രമേ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ആ കോൺസെപ്റ്റ് ഇൻ ഡെപ്ത് മനസ്സിലാക്കാനും നമുക്ക് എന്തുകൊണ്ട് സാധിക്കും, ഈ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നതുകൊണ്ട് സാധിക്കും. അപ്പം നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിംഗ് ആണ്. ടൈം കൺസ്യൂമിംഗ് മാത്രമല്ല, കോൺസെപ്റ്റ് വൃത്തിയായിട്ട് അറിയാവുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് മാത്രമേ അത് കറക്റ്റ് ആക്കാനും പറ്റുള്ളൂ. അപ്പം നമുക്ക് ഈ കോൺസെപ്റ്റ് ക്ലിയർ ആക്കി വെച്ചതിന് ശേഷം ESEയുടെ പ്രിലിംസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ കാണാം. SSCGയുടെ PYQs നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ കാണാം. ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ AE എക്സാമിന് ചോദിക്കാറുണ്ട്, ഓവർസീ ഗ്രേഡ് 1 എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ AE എക്സാമിനും ഓവർസീ ഗ്രേഡ് 1 എക്സാമിനും ഒരേ രീതിയിലാണോ ചോദിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയിൽ ചിലപ്പം ഇൻഡെപ്ത് കോൺസെപ്റ്റുകൾ ചോദിക്കാം. ഓവർസിയറിനാണെങ്കിൽ ഡയറക്റ്റ്ലി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പോയിന്റിങ് എടുത്തിട്ട് പോയിന്റിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് മെത്തേഡ്സ് പറഞ്ഞിട്ട്, അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോയിന്റിങ് പറഞ്ഞിട്ട് അതിനകത്ത് ചിലപ്പം ഏതെങ്കിലും 2 എണ്ണം മാത്രം കറക്റ്റ് വന്ന് ബാക്കി തെറ്റ് ചോദിക്കും. അപ്പോൾ എല്ലാ ടൈപ്പ് ഓഫ് പോയിന്റിങ് നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഓവർസീ ഗ്രേഡ് 1 ചോദിക്കുന്നത്. നമ്മൾ എയിലേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഇൻഡെപ്ത് കോൺസെപ്റ്റ് നമ്മുടെ അറിഞ്ഞിരുന്നാൽ മാത്രമേ, അല്ലെങ്കിൽ കോൺസെപ്റ്റുവൽ നോളജ് ഭയങ്കരമായി മെഷർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും എയിൽ നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് റെഫർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞ ESE പ്രിലിംസും SSCGE PYQs റെഫർ ചെയ്താൽ മതിയാവും. അടുത്തത് നമ്മുടെ ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കണ്ടുവരുന്നത് AE ചോദ്യ പേപ്പറുകളിലായിരിക്കും. ഓക്കെ,
ചോദ്യ പേപ്പറിലായിരിക്കും ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. നിങ്ങൾക്കറിയാം, നിങ്ങൾ എയുടെ 2020 ശേഷമുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പരിശോധിച്ച് നോക്കിക്കോളൂ. ന്യൂമറിക്കൽസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. ഈ ന്യൂമറിക്കൽസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ആദ്യത്തെ ആളെന്ന് പറയുന്നത് ന്യൂമറിക്കൽസിന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരാളാണ് ഫോർമുല. ഈ ഫോർമുല പഠിക്കാം, മറക്കാം. അപ്പം ഫോർമുലാസ് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ അക്യുറസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കാൽക്കുലേറ്റർ ഒന്നും ഇല്ലാതെ എഴുതുന്ന പരീക്ഷ ആയതുകൊണ്ട് തന്നെ അക്യുറേറ്റ് ആയിട്ടുള്ള ഫൈനൽ ആൻസർ വേണം. അതിന് വേണ്ടിയിട്ട് എന്ത് വേണം? അക്യുറസി കിട്ടാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ആവശ്യമാണ്. ഓക്കെ, സോ പ്രാക്ടീസ് ഇറ്റ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്പീഡൊക്കെ തന്നെ വന്നോളും, അക്യുറസിയും വന്നോളും. അക്യുറസി പോലെ തന്നെ മൂന്നാമത് വേണ്ട ആളാണ് സ്പീഡ്. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ കണ്ട് അതിൻ്റെ പുറത്ത് കുറേ ടൈം വെച്ചുകൊണ്ടിരിക്കുന്നതിന്, അതായത് സ്പീഡ് നമുക്ക് കുറയാനുള്ള മെയിൻ കാരണം ഫോർമുല മറന്നു പോവാം. ഓക്കെ, പിന്നെ നമ്മുടെ കാൽക്കുലേഷൻ സൈഡ് നമ്മൾ വീക്ക് ആവാം. ഫോർമുല മറന്നു പോകുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ റിപ്പീറ്റഡ്ലി പഠിക്കാത്തത് കൊണ്ടാണ്. രണ്ടാമത് അക്യുറസി കുറയാനുള്ള ചാൻസ് ഉണ്ടാവുന്നത് പ്രാക്ടീസിൻ്റെ കുറവാണ്. അപ്പോൾ പ്രാക്ടീസ് വ്യക്തമായിട്ട് പ്രാക്ടീസ് ചെയ്ത് വെക്കുക. ദെൻ ഫോർമുലാസ് റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കാം. അങ്ങനെയാണെങ്കിൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ചോദ്യങ്ങൾ കൂടുതലും വരുന്നത് ഗേറ്റ് PYQs എന്നാണ്. ഗേറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തു കഴിഞ്ഞാൽ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതെടുത്ത് അതുപോലെ തന്നെ എക്സാംസ് എഴുതുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ESCയുടെ പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻസും നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പം ഇതെല്ലാം ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ SSCGI ഓഫ് കോഴ്സ് SSCGIയുടെയും ഉണ്ട്. പക്ഷെ എന്നാലും SSCGIനെക്കാളും ന്യൂമറിക്കൽസ്, ബിക്കോസ് SSCGIയുടെ ന്യൂമറിക്കൽസിന്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഗേറ്റും ESC പ്രിലിംസും ആണ്. അതുകൊണ്ട് ഇത് രണ്ടും പഠിച്ചിട്ട് പോയാൽ തന്നെ ഒരുവിധം ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വന്നിരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ ആദ്യം ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ദെൻ സ്റ്റേറ്റ്മെന്റ് മാച്ച് ദ ഫോളോയിങ്. സ്റ്റേറ്റ്മെന്റും മാച്ച് ദ ഫോളോയിങ്ങും ഓവർസിയർ എക്സാംസിനും ചോദിക്കാറുണ്ട്, അതുകൊണ്ട് അത് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ സിമ്പിൾ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഓവർസിയർ എക്സാംസിനാണ് ദാൻ എയിൽ അത് ചോദിക്കാനുള്ള മേഖല ഞാൻ പറഞ്ഞു. ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ തുടങ്ങിയ പാർട്ടിൽ നിന്നാണ്. എസ്റ്റിമേഷൻ, സർവേയിങ് തുടങ്ങിയുള്ള പോർഷൻസിൽ നിന്നായിരിക്കും ചോദിക്കുക. പക്ഷെ ഓവർസിയറിന് മെജോറിറ്റി എല്ലാ ടോപ്പിക്സിൽ നിന്നും ചെറിയ സിമ്പിൾ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ കാണും. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനും സിമ്പിൾ തിയറി ക്വസ്റ്റ്യൻസും ക്ലബ് ചെയ്തായിരിക്കും ഓവർസിയർ ഗ്രേഡ് 1 ക്വസ്റ്റ്യൻ പേപ്പർ കാണും. അപ്പൊ നിങ്ങൾ ഇടയ്ക്കുള്ള ഈ എളുപ്പമായിട്ടുള്ള സിമ്പിൾ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കാണാതെ പോകരുത്. ബിക്കോസ് നമ്മൾ ഒരുപാട് സമയം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് സ്പെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യണം. നമുക്ക് ഈവൻ എക്സാം ഹോളിൽ ക്ലോക്ക് ഇല്ലെങ്കിൽ പോലും അത് അറ്റൻഡ് ചെയ്യുന്നതിന് ഒരു മനസ്സിലൊരു കണക്ക് വേണം. അതാ ഞാൻ പറഞ്ഞത്, എല്ലാ ദിവസവും നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു നിശ്ചിത സമയം, ഒരു 1 hour, അതായത് 60 minutes ക്വസ്റ്റ്യൻ ചെയ്യാൻ വെക്കുക. ആദ്യം നിങ്ങൾ നോക്കുക 60 minutes കൊണ്ട് നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നു. കുറച്ച് സമയം അങ്ങോട്ട് എലാപ്സ് ചെയ്യുന്നതിനുള്ളിൽ ഈ 60 minutes മിനിമം നിങ്ങൾ 60 ക്വസ്റ്റ്യൻസ് എങ്കിലും ചെയ്തിരിക്കണം. മിനിമം ആണ് ഞാൻ പറയുന്നത്, അതിൽ കൂടിയാലും പ്രശ്നമില്ല. അതായത് ഒരു ക്വസ്റ്റ്യന് 1 minute എന്ന രീതിയിൽ മിനിമം ആക്കി എടുക്കണം. അത് ഒരു നമ്പർ അല്ല, പക്ഷെ ഞാൻ പറയണം മിനിമം ആ ഒരു രീതിക്ക് നിങ്ങൾ കൊണ്ടുവരുത്തിയിരിക്കണം. ഓക്കെ, പിന്നെ സ്റ്റേറ്റ്മെന്റ് മാച്ച് ദ ഫോളോയിങ് ഓവർസിയർ ഗ്രേഡ് 1-നും AEക്കും ചോദിക്കാറുണ്ട്. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു കൂടുതലും AEക്കാണ് ചോദിക്കുന്നത്. സോ ഇത്രയുമാണ് നമ്മുടെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇപ്പോഴത്തെ പുതിയ പാറ്റേൺ വെച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺസ് മനസ്സിലാക്കി അതിൻ്റെ സോഴ്സും ഐഡന്റിഫൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ക്രാക്ക് ചെയ്യാനും അല്ലെങ്കിൽ ആ എല്ലാ ക്വസ്റ്റ്യൻസ് ചെയ്യാനും നമുക്ക് സാധിക്കും. പിന്നെ ചിലപ്പോൾ ഒരു എക്സെപ്ഷൻ കാണും, ചില ക്വസ്റ്റ്യൻസ് നമുക്ക് പുതിയതായിട്ട് തോന്നാം. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പോലും നമുക്ക് പുതിയതായിട്ട് തോന്നാം. അതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ച് വീണ്ടും വീണ്ടും ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എക്സാം പെട്ടെന്ന് തന്നെ എഴുതി തീർക്കാനും നല്ല റാങ്കോട് കൂടി 2 digit റാങ്ക് എന്നുള്ള സ്വപ്നം നിങ്ങൾക്ക് നേടിയെടുക്കാനും ആദ്യത്തെ അഡ്വൈസിൽ തന്നെ ജോലി ലഭിക്കാനും ഉള്ള ഒരു ഏറ്റവും മികച്ച അഡ്വൈസ് ആണിത്. അതായത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി അതിൻ്റെ സോഴ്സ് മനസ്സിലാക്കി പഠിക്കാന്നുള്ളത്. സോ നമ്മുടെ എൻട്രിയിൽ നമ്മുടെ AE ഓവർസിയർ ഗ്രേഡ് 1 കോഴ്സസ് അവൈലബിൾ ആണ്. കോഴ്സസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായി താഴെയുള്ള ഫോം ഫില്ല് ചെയ്യുക. താങ്ക് യു.